സ്വാമിയേ ശരണമയ്യപ്പ. ഗം ഗണപതയേ നമഃ. എല്ലാ സുമനസ്സുകൾക്കും നമസ്കാരം. ഞാൻ കൗസല്യ രവി. വീട് ഇവിടെ പെരുമ്പാവൂർ തന്നെ. ഞാൻ പ്രഭാഷകയൊന്നുമല്ല. രാമായണം എന്ന മഹാഗ്രന്ഥത്തെപ്പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുന്നത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒപ്പം എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹവും. നാം ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത് എത്ര കേട്ടാലും എത്ര വായിച്ചാലും മതി വരാത്ത അന്തമില്ലാത്ത രാമായണത്തെപ്പറ്റി ചിന്തിക്കാനാണ്. രാമായണം എന്നത് 14 വർഷ കഥയാണ്. രാമായണം രാമൻ്റെ അയനം, വഴി, പാത എന്നൊക്കെ പറയാം. ഒപ്പം രമായാഹ അയനം, അതായത് സീതയുടെ വഴി, പാത എന്നൊക്കെ തന്നെ പറയാം. ഋക്, സാമ, യജുർ, അഥർവണ വേദസാരമാണ് രാമായണം. രാ എന്ന് പറഞ്ഞ ഋക്ക്, മാ എന്ന് പറഞ്ഞ സാമ, യ യജുർവേദം, ന അഥർവണ വേദം. രമണാത് രാമഃ എന്ന അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. രമണാത് എന്നാൽ രമിപ്പിക്കുന്നത് കൊണ്ട്, രാമൻ രമിപ്പിക്കുക എന്നാൽ ആത്മാരാമത്വം അല്ലെങ്കിൽ ശാന്തി അല്ലെങ്കിൽ മുക്തി നൽകുന്നത്. അറിവിന് അല്ലെങ്കിൽ വേദത്തിന് 2 കാണ്ഡങ്ങളുണ്ട്, കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. രണ്ടും മനുഷ്യനെ പരമപദത്തിൽ എത്തിക്കും. വ്യാസമഹർഷി 4200 ശ്ലോകങ്ങളിലൂടെ രാമനെന്ന ദൈവത്തെ പരിചയപ്പെടുത്തി അതിലുള്ള സ്തുതികളിലൂടെ ഭക്തി, ജ്ഞാന, വൈരാഗ്യത്തിലൂടെ മുക്തിപദത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു. നമ്മുടെ ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ ഈ മൂലഗ്രന്ഥത്തെ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയിരിക്കുന്ന രാമായണമാണ് നമുക്ക് സുപരിചിതമായിട്ടുള്ളത്. നല്ലത് തന്നെ. എന്നാൽ മൂലഗ്രന്ഥം വായിച്ച് കൂടുതൽ ആശയങ്ങൾ കൈവരിക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ലളിതമായ സംസ്കൃതമാണ് രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാൽമീകി 24,000 ശ്ലോകങ്ങളിലൂടെ രാമനെന്ന ധർമ്മജ്ഞനെ നമുക്ക് പരിചയപ്പെടുത്തി ധർമ്മത്തിലൂടെ കർമ്മകാണ്ഡം വഴി മോക്ഷത്തിലേക്ക് എത്തിക്കുന്നു. രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെ. കർമ്മം ചെയ്യുന്ന ധർമ്മിഷ്ഠനും ജ്ഞാനം നേടിയ യോഗിയും ഒരുപോലെ ജന്മോദ്ദേശം പ്രാപിക്കുന്നു. രാമായണത്തിലെ മംഗളപദം തപഹ അല്ലെങ്കിൽ തപസ് എന്നാണ്. ആദ്യത്തെ ശ്ലോകം തന്നെ തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിതാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിയർ മുനിപുങ്കവം. തപസ് എന്നാൽ നിത്യവും അനുഷ്ഠിക്കുന്നത്, നിഷ്ഠ, സ്വധർമ്മം ആചരിക്കൽ, മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത, പതിതമായ ഒന്നിൽ നിന്ന് പാവനമായ ഒന്നിലേക്കുള്ള വളർച്ച, ഉയർച്ച. ഇതൊക്കെയാണ് തപസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നാണ് വേദം. ധർമ്മത്തെ ചെയ്യുന്നവനെ ധർമ്മം രക്ഷിക്കും, ധർമ്മം ചെയ്യുന്നവനെ സഹായിക്കുന്നവനെയും ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ തന്നെയും ധർമ്മം രക്ഷിക്കും. 1500 പേജുള്ള വാൽമീകി രാമായണത്തിൽ ഒറ്റ പേജ് പോലും ധർമ്മം എന്ന വാക്ക് എഴുതാത്തതായിട്ട് ഇല്ല. മാത്രമല്ല പല പേജുകളിലും പല പ്രാവശ്യം ധർമ്മം എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്.
രാമായണം തന്നെ ധർമ്മം ചര എന്ന വേദവാക്കിൻ്റെ വിശദീകരണമാണ്. ശ്രീരാമഗുണം പറയുന്നത് രക്ഷിതാ ജീവലോകസ്യ ധർമ്മസ്യ ച പരിരക്ഷിത രക്ഷിതാ സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യ ച രക്ഷത. രക്ഷിതാ ജീവലോകസ്യ ധർമ്മസ്യ ച പരിരക്ഷിത രക്ഷിതാ സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിത. ജീവലോകത്തിൻ്റെ ധർമ്മത്തെയും സ്വധർമ്മത്തെയും സ്വന്തം ജനത്തിൻ്റെ ധർമ്മത്തെയും ധർമ്മത്തെ തന്നെയും ശ്രീരാമനാൽ രക്ഷിക്കപ്പെടുന്നു എന്നതാണ് രാമൻ്റെ ഗുണം, അതായത് രാമഗുണം. ഇത്രയും സമയം ധർമ്മം എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ധർമ്മം എന്ന് നോക്കാം. ധർമ്മം എന്നത് അനുഷ്ഠാനമാണ്, സ്വഭാവമാണ്. അത് നിത്യം അനുഷ്ഠിക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ്. ധർമാത്ന പ്രമതിതവ്യം എന്ന് പറയുന്നത്. പ്രമതിതവ്യം എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കാൻ പാടില്ലാത്തത്, അനുവർത്തിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. ഏതവസരത്തിലും ഏത് സമയത്തും അനുസരിക്കേണ്ടതാണ് ധർമ്മം. ഒരു മനുഷ്യൻ 3 വിധത്തിലുള്ള ഗുണങ്ങളെ കൊണ്ട് ധർമ്മത്തെ അനുഷ്ഠിക്കാം. സത്യം, ദയ, കരുണ തുടങ്ങിയ ആത്മഗുണങ്ങൾ അനുസരിച്ച് ധർമ്മത്തെ അനുഷ്ഠിക്കാം. പ്രാതസ്നാനം തുടങ്ങിയ ആചാരഗുണങ്ങൾ അനുഷ്ഠിച്ച് ധർമ്മത്തെ ആചരിക്കാം. മാതാപിതാ ദൈവതാരാധന തുടങ്ങിയ ആരാധനാ ഗുണങ്ങൾ അനുഷ്ഠിച്ച് ധർമ്മത്തെ അനുസരിക്കാം. ഈ വിധത്തിലുള്ള ഗുണാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഏതൊരു മനുഷ്യനും രാമതത്വമായ പതിതാവസ്ഥയിൽ നിന്ന് പാവനാവസ്ഥയിലേക്ക് എത്താം. പാവനമായത് എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തിയല്ല. ഇപ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ഏതൊരവസ്ഥയാണോ അതിൽ നിന്നൊരു ചെറിയ മാറ്റം വന്നാൽ തന്നെ അത് പാവനാവസ്ഥയായി. രാമായണത്തിൽ പാവനാവസ്ഥയിൽ മനുഷ്യജീവനെ എത്തിക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിൽ ശ്രീരാമൻ്റെ ദിനചര്യ പറയുന്നുണ്ട്. പ്രാതരുദ്ധായ സുസ്നാത പിതരൗ അഭിവാദ്യ പൗരകർമാണി സർവാണി കരോതി വിനയാന്വിതഃ. പ്രാതരുദ്ധായ സുസ്നാത പിതരൗ അഭിവാദ്യ പൗരകർമാണി സർവാണി കരോതി വിനയാന്വിതഃ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പിതാവിനെ അഭിവാദ്യം ചെയ്ത് അച്ഛനെയും അമ്മയെയും അഭിവാദ്യം ചെയ്ത് അല്ലെങ്കിൽ നമസ്കരിച്ച് ഭരണകാര്യങ്ങൾ എല്ലാം ചെയ്യുന്നു വിനയാന്വിതനായിട്ട്. വിനയാന്വിതനായ ഒരാൾക്ക് മാത്രമേ വിദ്യ ഉണ്ടാവുകയുള്ളൂ. ക്രോധം നമ്മുടെ കർമ്മഫലപ്രാപ്തിയെ ബാധിക്കും. നമുക്കിനി രാമായണത്തിലെ ധർമ്മത്തിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. രാജാവിൻ്റെ ധർമ്മം പ്രജാസംരക്ഷണമാണ്. അയോധ്യയിൽ വിശ്വാമിത്ര മുനിയുടെ യാഗം രക്ഷിക്കാൻ ശ്രീരാമനെ ദശരഥ രാജാവിനോട് വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെടുന്നു. അനപത്യത്വ ദുഃഖം അനുഭവിച്ച് യാഗം നടത്തി ലഭിച്ച ശ്രീരാമന് 12 വയസ്സേ ആയിട്ടുള്ളൂ. രാമനെ എങ്ങനെ അയക്കും എന്ന സംശയത്തിന് കുലഗുരുവായ വസിഷ്ഠൻ രാമതത്വം
മനസ്സിലാക്കി കൊടുത്ത് ധർമാചരണത്തിനായി രാജാവിനെ മനസ്സിലാക്കിയതിന് ശേഷം ശ്രീരാമനെ അയക്കുന്നു. ശ്ലോകം ഇതാണ്: കൃതകൃത്യമിവാത്മാനം മേനെ പ്രമുദിതാന്തര ആഹൂയ രാമ രാമേതി ലക്ഷ്മണേതി ച സാദരം ആലിംഗ്യമൂർധന്യവക്രായ കൗശികായ സമർപ്പയേത്. കൃതകൃത്യമിവാത്മാനം മേനെ പ്രമുദിതാന്തര ആഹൂയ രാമ രാമേതി ലക്ഷ്മണേതി ച സാദരം ആലിംഗ്യ മൂർധന്യവക്രായ കൗശികായ സമർപ്പയേത്. കൃതകൃത്യനായി, അതായത് കൃതാർത്ഥനായി എന്ന് സ്വയം മനസ്സിലാക്കി സന്തോഷത്തോടെ രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് നെറുകയിൽ ചുംബിച്ച് കൗശികൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു. ഈ സമയത്ത് വാൽമീകി പറയുന്ന വേറൊരു ശ്ലോകമുണ്ട്: തതോ വായു സുഖസ്പർശോ നീരജസ്കോ വവൗത്തത. തതോ വായു സുഖസ്പർശോ നീരജസ്കോ വവൗത്തത. ആ സമയത്ത് മാരുതൻ മന്ദം മന്ദം വീശിയ ചെറിയ തണുപ്പോട് കൂടിയിട്ട് നല്ല പതുക്കെ പതുക്കെ വീശിയെന്ന് വാൽമീകി പറയുന്നു. ഒരു വ്യക്തി ശരിയായി ധർമ്മം അനുഷ്ഠിച്ചാൽ അതിൻ്റെ സുഖാനുഭവം ചുറ്റുമുള്ള മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും പ്രകൃതിക്ക് തന്നെയും ലഭിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗുരുവായ വസിഷ്ഠ മഹർഷി തൻ്റെ ധർമ്മം കൃത്യമായി നിറവേറ്റുന്ന ഒരു സമയം കൂടി പറയാം. വിശ്വാമിത്രൻ രാമനെ കൂടെ അയക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ദശരഥ രാജാവിന് രാമതത്വം മനസ്സിലാക്കുന്ന സമയത്ത് ഒരു ശ്ലോകം: ഇക്ഷ്വാകുകുലേ ജാത സാക്ഷാത് ധർമ്മ യുവാപര ധൃതിമാൻ സുവ്രത ശ്രീമാൻ ന ധർമ്മം ഹാതുമർഹസി ഏഷ വിഗ്രഹവാൻ ധർമ്മ ഏഷ വീര്യവതാംബരഃ. ഇക്ഷ്വാകുകുലേ ജാത സാക്ഷാത് ധർമ്മ യുവാപര ധൃതിമാൻ സുവ്രത ശ്രീമാൻ ന ധർമ്മം ഹാതുമർഹസി. ഇക്ഷ്വാകുകുലത്തിൽ ജനിച്ച സാക്ഷാൽ ധർമ്മം തന്നെയായ ശ്രീരാമൻ ബുദ്ധിമാനാണ്, നിഷ്ഠാപരനാണ്, നല്ല ഐശ്വര്യമുള്ളവനാണ്. അല്ലെങ്കിൽ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം തന്നെയാണ്, ശ്രീമാനാണ്. ഇങ്ങനെയുള്ള ശ്രീരാമൻ ധർമ്മത്തെ ന ഹാതുമർഹസി എന്ന് പറഞ്ഞു. ഹാതു എന്ന് പറഞ്ഞാൽ കൊല്ലുക. ധർമ്മത്തെ കൊല്ലുകയില്ല, നശിപ്പിക്കുകയില്ല. അതായത് ധർമ്മം അനുഷ്ഠിക്കും. അതുകൊണ്ട് വിശ്വാമിത്രനോടൊപ്പം പറഞ്ഞയക്കുക എന്ന വസിഷ്ഠ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചിട്ടാണ് ദശരഥ മഹാരാജാവ് ധർമ്മം ചെയ്യുന്നത്. ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് രാമൻ. ധർമ്മത്താൽ വീര്യം നേടിയവരിൽ ശ്രേഷ്ഠനാണ് രാമൻ. ഇങ്ങനെ ഉപദേശിച്ച ഗുരു തൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം. വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശ്രീരാമലക്ഷ്മണന്മാരെ ബലയും അതിബലയും ഉപദേശിച്ച് പുൽമെത്തയിൽ കിടത്തി ആദർശ കഥകൾ പറഞ്ഞ് ഉറക്കി. വിശപ്പും ദാഹവും മാറിയാൽ മാത്രമേ ഏതൊരാൾക്കും അനന്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. ശാന്തമായ മനസ്സിനാലേ സുഖനിദ്ര ഉണ്ടാവുള്ളൂ. രാവിലെ കുട്ടികളെ നല്ല വാക്ക് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ഗുരുധർമ്മം. ഈ എഴുന്നേൽപ്പിക്കുന്ന ശ്ലോകമാണ്: കൗസല്യാ സുപ്രജാ രാമ പൂർവാസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം. കൗസല്യ മാതാവിൻ്റെ നല്ല കുട്ടി, മനുഷ്യസിംഹമേ എഴുന്നേൽക്കൂ, ആത്മീക ക്രിയകൾ ചെയ്യണം. ആത്മീക ക്രിയകൾ എന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്യേണ്ട പ്രഭാത കർമ്മങ്ങൾക്കൊപ്പം തന്നെ അയോധ്യയിൽ വെച്ച്
ബാലകാണ്ഡത്തിൽ അനുസരിച്ച പറഞ്ഞ പ്രകാരം അതേ കർമ്മങ്ങൾ തന്നെ മുടക്കം വരാതെ കാട്ടിലായാലും അനുഷ്ഠിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഗുരുവിനെ നമുക്ക് കാണാം. അയോധ്യാകാണ്ഡത്തിൽ വനവാസത്തിന് പുറപ്പെടുന്ന ശ്രീരാമന് കൗസല്യാമാതാവ് നടത്തുന്ന സ്വസ്തി വാചകങ്ങൾ 25-ാം സർഗത്തിൽ 40-ൽ പര ശ്ലോകങ്ങളിൽ കാണാം. അതിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. രാമ, നീ സന്തോഷത്തോടെ നിയമത്തോടെ ഏത് ധർമ്മമാണോ പാലിക്കുന്നത് ആ ധർമ്മം നിന്നാൽ രക്ഷിക്കപ്പെടണം. രാമ, നീ സന്തോഷത്തോടെ നിയമത്തോടെ ഏത് ധർമ്മമാണോ പാലിക്കുന്നത് ആ ധർമ്മം നിന്നാൽ രക്ഷിക്കപ്പെടണം. ഏത് ദേവന്മാരെയാണോ വീട്ടിൽ വെച്ച് പ്രണമിച്ചിരുന്നത് ആ ദേവന്മാർ നിന്നെ രക്ഷിക്കട്ടെ. വിശ്വാമിത്ര മഹർഷി ഏത് അസ്ത്രങ്ങളാണോ നിനക്ക് നൽകിയിട്ടുള്ളത് അവ നിന്നെ വനത്തിലും രക്ഷിക്കട്ടെ. 6 ഋതുക്കളും മുഴുവൻ മാസങ്ങളും സംവത്സരങ്ങളും ദിനങ്ങളും മുഹൂർത്തങ്ങളും ഹേ രാമ നിനക്ക് സ്വസ്തി നൽകട്ടെ. ഭൂമിയും വായുവും സകല ചരാചരങ്ങളും നക്ഷത്രങ്ങളും എല്ലാ ഗൃഹങ്ങളും അതാത് ദൈവതകളോട് കൂടിയിട്ട് നിന്നെ രക്ഷിക്കട്ടെ. ശ്രുതി സ്മൃതികളിലെ ധർമ്മം നിന്നെ രക്ഷിക്കട്ടെ. മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ജന്തുക്കൾ എൻ്റെ മകനെ ഹിംസിക്കാതിരിക്കട്ടെ. രാക്ഷസന്മാരിൽ നിന്നും പിശാചുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ക്രൂരപ്രവൃത്തികൾ എൻ്റെ മകനെ ഭയപ്പെടുത്താതിരിക്കട്ടെ. അങ്ങനെ ഭൂമിയിൽ ജനിച്ച ഒരു ജീവന് ഭൂമിയിൽ നിന്ന് തന്നെ രക്ഷ കിട്ടാനായി പ്രാർത്ഥിക്കുന്ന കൗസല്യമാതാവ് പിന്നെയും മംഗളം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദേവന്മാരും നമസ്കരിക്കുന്ന വിഷ്ണു, രാക്ഷസനാശനം നിന്നാൽ മംഗളമായി നടക്കണം. അമൃതമഥന സമയത്ത് അതിഥി ദേവി ഏത് മംഗളമാണോ തൻ്റെ പുത്രന്മാർക്ക് നൽകിയത് ആ മംഗളം എൻ്റെ മകനും ലഭിക്കട്ടെ. രാമ, വനവാസ അവസാനം പൂർണ്ണചന്ദ്രശോഭയോട് തിരിച്ചു വരുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് നെറുകയിൽ ചുംബിച്ച് പറഞ്ഞയക്കുന്ന മാതൃധർമ്മം ഉത്തമമാണ്. എല്ലാ അമ്മമാരും ഈ സർഗം ഒന്ന് വായിച്ച് അതിലെ സത്ത ഉൾക്കൊള്ളണമെന്നാണ് എൻ്റെ ചെറിയ മതം. ദശരഥ രാജാവിൻ്റെ ദേഹത്യാഗശേഷം ഭരതനെ കേകയ രാജ്യത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ലക്ഷ്മീവിഹീനയായ അയോധ്യ അമ്മയുടെ അടുത്ത് അച്ഛനെ കാണുന്നില്ല. വ്യാകുലനായ ഭരതൻ അച്ഛനെ തിരക്കുമ്പോൾ അമ്മ കൈകേയി മാതാവ് പറയുന്നു, നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല, നിനക്ക് രാജ്യം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, രാമനെ വനവാസത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്, വിഷമിക്കേണ്ടെന്ന്. അമ്മയുടെ വാക്കുകളിൽ അധർമ്മത്തെ മനസ്സിലാക്കിയ ഭരതൻ ദുഃഖത്തോടെ കൗസല്യമാതാവിനെ ശരണം പ്രാപിക്കുന്നുണ്ട്. ആ സമയത്ത് നടത്തണ ഭരതൻ്റെ ശപഥം അയോധ്യാകാന്ഡം 75-ാം സർഗത്തിൽ കാണാം. അവിടെ ഭരതൻ പറയുന്നുണ്ട് കൗസല്യമാതാവിനോട്, മാതാവേ, ഞാൻ അറിഞ്ഞല്ല ഈ രാജപദവിയും വനവാസവും
നടന്നിട്ടുള്ളത്. ഞാൻ അറിഞ്ഞാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ന് പറഞ്ഞ് ലോകത്തുള്ള സകല പാപങ്ങളുടെയും പേര് പറഞ്ഞ് വിലപിക്കുന്ന ഭരതനെ നമുക്ക് കാണാം. അതിൽ കുറച്ച് പാപങ്ങളെ നമുക്ക് ഒന്ന് ചിന്തിക്കാം. രാജാവ് പ്രജകളെ പുത്രന്മാരെ പോലെ പരിപാലിക്കണം. അങ്ങനെ പരിപാലിച്ചില്ലെങ്കിൽ കിട്ടുന്ന ഒരു പാപമുണ്ട്. ആ പാപം ഏതോ അത് ഞാൻ അനുഭവിക്കാം. യജ്ഞം നടത്തിയാൽ ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ കൊടുക്കാതിരുന്നാൽ ഏത് പാപമാണോ ലഭിക്കുന്നത് ആ പാപം എനിക്കും ലഭിക്കട്ടെ. യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടുന്ന ക്ഷത്രിയന് കിട്ടുന്ന പാപം ഏതാണോ ആ പാപം എനിക്കും ലഭിക്കട്ടെ. രാജാവ്, സ്ത്രീ, ബാലൻ, വൃദ്ധൻ എന്നിവരെ കൊല ചെയ്യാൻ പാടില്ല. കൊല ചെയ്താൽ കിട്ടുന്ന പാപം ഏതാണോ ആ പാപം എനിക്കും ലഭിക്കട്ടെ. ഭൃത്യന്മാരെ പരിത്യജിച്ചാൽ ഏത് പാപമാണോ യജമാനന് കിട്ടുന്നത് ആ പാപം എനിക്ക് ലഭിക്കട്ടെ. പശുക്കുട്ടികൾക്ക് പാല് കൊടുക്കാതെ കറന്നെടുക്കുന്ന കറവക്കാരന് കിട്ടുന്ന പാപം ഏതാണോ ആ പാപം എനിക്കും കിട്ടട്ടെ. മാതാപിതാക്കന്മാർ ശുശ്രൂഷിക്കാത്ത മക്കൾക്ക് കിട്ടുന്ന പാപം ഏതാണോ ആ പാപം എനിക്കും ലഭിക്കട്ടെ. ഗുരുക്കന്മാരെ നിന്ദിച്ചാൽ ഏത് പാപമാണോ കിട്ടുന്നത് ആ പാപം എനിക്കും കിട്ടട്ടെ. ഋതുസ്നാനം കഴിഞ്ഞു വരുന്ന ഭാര്യയെ സമീപിക്കാത്ത ഭർത്താവിന് ഏത് പാപമാണ് കിട്ടുന്നത് ആ പാപം എനിക്കും കിട്ടട്ടെ. ഭാര്യയെ വിട്ട് മറ്റൊരു സ്ത്രീയെ സമീപിക്കുന്ന പുരുഷൻ ചെയ്യുന്ന പാപം ഏതാണോ ആ പാപം എനിക്കും ലഭിക്കട്ടെ. ഈ പാപങ്ങളെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാലും അമ്മേ ഞാൻ അറിഞ്ഞല്ല ഈ രാജ്യപദവിയും വനവാസവും നടന്നിട്ടുള്ളത് എന്ന ആണയിട്ട് പറയുന്ന ഈ ഭാഗം മനുഷ്യൻ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ടതാണ്. ഇതിനെല്ലാം കൗസല്യ മാതാവ് പറയുന്ന വാക്കുകളുണ്ട്. ഭരത, നിന്റെ ശബ്ദം കേട്ട് എൻ്റെ പ്രാണൻ വേദനിക്കുന്നു. സാത്വിക ഗുണസമ്പന്നനായ ഭരത, ദൈവാനുഗ്രഹത്താൽ നിന്റെ ചിത്തം ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കട്ടെ. ജ്യേഷ്ഠൻ്റെ പ്രതിജ്ഞയെ അനുസരിക്കുന്ന നീ പുണ്യാത്മാക്കളുടെ പുണ്യലോകത്തെ പ്രാപിക്കും എന്നാണ് കൗസല്യ മാതാവ് പറഞ്ഞ് ഭരതനെ സമാശ്വസിപ്പിക്കുന്നത്. പുത്രൻ്റെ ധർമ്മങ്ങൾ 3 ഒന്ന് ജീവിതോർവാക്യകരണാത്. വാക്യം അല്ലെങ്കിൽ വാചക എന്ന് പറയുന്നത് ശ്രുതി സ്മൃതികളിൽ പറയുന്ന പരമ്പരയായി കൈമാറിയ നല്ല ശീലങ്ങൾ, അതായത് അനുസരണം. പുത്രന്മാർ അനുസരണയുള്ളവരായിരിക്കും. രണ്ടാമത് പറയുന്നത് പ്രത്യബ്ധം ഭൂരിഭോജനാത്. അബ്ദം എന്ന് പറഞ്ഞ് വർഷം. ഓരോ വർഷവും ശ്രാദ്ധം മുടങ്ങാതെ ചെയ്യുന്നവനായിരിക്കണം പുത്രൻ. മൂന്നാമത് പറയുന്നത് ഗയായ പിണ്ടദാനം. ഗയയിൽ പിണ്ടദാനം ചെയ്യണം. ഇത് 3 പുത്രന്മാർ ചെയ്തിരിക്കണം. ഇതിൽ അനുസരണയുള്ള പുത്രന് ഉദാഹരണമായിട്ട് രാമനെ പറഞ്ഞ് രാമനെ നമുക്കൊന്നുകൂടെ ആഴത്തിൽ പഠിക്കാം. ധർമ്മേതി പരമോ ലോകേ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം ധർമ്മസംസൃതമപ്യേതത് പിതുർവചനമുത്തമം. ധർമ്മേതി പരമോ ലോകേ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം
ധർമ്മ സംസൃതമപ്യേത പിതൃവചനമുത്തമം എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. ഉത്തമമായ പിതൃവചനം അനുസരിച്ച് പരമമായ ധർമ്മത്തെ ആശ്രയിച്ച് സത്യത്തിൽ പ്രതിഷ്ഠിതമായ ധർമ്മത്തെ ഞാൻ ചെയ്യുന്നു. പിതാവിൻ്റെ വാക്കുകളിൽ എനിക്ക് വിശ്വാസമുണ്ട്. പിതൃനിയോഗം അനുഷ്ഠിക്കലാണ് സനാതന ധർമ്മം. ഇത് പറഞ്ഞാണ് ശ്രീരാമൻ വനവാസം സ്വീകരിക്കുന്നത്. അതുപോലെ ശ്രീരാമൻ ഭരതകുമാരനെയും പിതൃധർമ്മം നടത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ വനത്തിലേക്ക് ഭരതകുമാരൻ സൈന്യങ്ങളോടും രാജധാരങ്ങളോടും എല്ലാം കൂടെ കൂടി ശ്രീരാമനെ കാണാൻ ചെല്ലുമ്പോൾ ശ്രീരാമൻ ഭരതനോട് പറയുന്നു, പിത്രാദത്തം തവ രാജ്യം മഹ്യം വനം ദദോ വ്യത്യയം യദഹം കുര്യാത് അസത്യം പൂർവവത് സ്ഥിതം. പിത്രാദത്തം തവ രാജ്യം മഹ്യം വനം ദദോ വ്യത്യയം യദഹം കുര്യാത് അസത്യം പൂർവവത് സ്ഥിതം. പിതാവ് നിനക്ക് രാജ്യം തന്നു, എനിക്ക് വനവും തന്നു. ഇത് നമ്മൾ വിപരീതമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അസത്യം അല്ലെങ്കിൽ അധർമ്മം പഴയതുപോലെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അച്ഛൻ്റെ വാക്കിനനുസരിക്കാൻ നമുക്ക് രണ്ടാൾക്കും ഒപ്പം ബാധ്യതയുണ്ട്. ദുർമരണമടഞ്ഞ ആത്മാക്കൾക്ക് ഗംഗാജലം കൊണ്ട് തർപ്പണം ചെയ്യണം. ഭഗീരഥൻ എന്ന സഗര രാജാവ് തൻ്റെ പിതാമഹന്മാരുടെ മോക്ഷത്തിനായി കഠിന പ്രയത്നത്തിലൂടെ ഗംഗാദേവിയെ പ്രീതിപ്പെടുത്തി. സംപ്രീതിയായ ദേവി തൻ്റെ ജലപ്രവാഹ ശക്തി നേരിട്ട് ഭൂമിയിൽ പതിച്ചാൽ ഭൂമി നശിക്കും. അതുകൊണ്ട് ശിവനെ പ്രാർത്ഥിച്ച് ശിവജടയിലൂടെ ഭൂമിയിൽ പതിക്കാമെന്ന് സമ്മതിച്ചു. ഭഗീരഥൻ വീണ്ടും തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി തൻ്റെ 60,000 പിതാമഹന്മാർ വെന്ത് മരിച്ച ഭൂമിയിലൂടെ ഗംഗയെ ഒഴുക്കി. ഈ സകലരാജ്യമാണ് ഐസ്ലൻഡ് എന്ന് പറയുന്ന ദേശം. ഇത് ഗംഗാമാതാവ് പറയുന്നുണ്ട് ഭഗീരഥനോട്, പിതാമഹാനാം സർവേഷാം കുരുഷ്വ സലിലക്രിയാം സ്വസ്തിദേസ്തു ഗമിഷ്യാമി സ്വംലോകം ഗമ്യതാം നൃപ. പിതാമഹാനാം സർവേഷാം കുരുഷ്വ സലിലക്രിയ. നിൻ്റെ എല്ലാ പിതാമഹന്മാർക്കും നീ എന്ത് ചെയ്യണം? സലിലക്രിയ ചെയ്യണം. സലിലം എന്ന് പറഞ്ഞാൽ വെള്ളം, ജലദാനം കൊടുക്കുക എന്നാണ് ഒരർത്ഥം. സ്വസ്തിദേസ്തു, നീ സ്വസ്ഥമായിട്ടിരിക്കട്ടെ അല്ലെങ്കിൽ ശാന്തനായിരിക്കൂ. ഗമിഷ്യാമി സംലോകം, ഞാൻ എൻ്റെ സ്വന്തം ലോകമായ ദേവലോകത്തിലേക്ക് പോകുന്നു. ഗമ്യതാ നൃപ, രാജാവ് പോയാലും. ഇങ്ങനെ പുത്രധർമ്മം അനുഷ്ഠിക്കുന്ന 2 പുത്രന്മാരെയും നമുക്ക് ഒന്ന് നമിക്കാം. വിവാഹധർമ്മം ബാലകാണ്ഡം 71 സർഗത്തിൽ വാൽമീകി പറയുന്നുണ്ട്, വംശ കുല ധർമ്മ രൂപ സാദൃശ്യ സമന്മാരുമായി വേണം വിവാഹം നടത്താൻ. ആരൊക്കെ ആയിട്ട് വേണം? വംശം സമമായിരിക്കണം, കുലം സമമായിരിക്കണം, ധർമ്മം സമമായിരിക്കണം, രൂപം സമമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സമമായിരുന്നാൽ മാത്രമേ വിവാഹം നടത്താവുള്ളൂ. മുനിമാരെ മുൻനിർത്തി വേണം വിവാഹം നടത്താൻ. ശ്രാദ്ധകർമ്മത്തിന് ശേഷം വേണം വിവാഹം നടത്താൻ. ഇങ്ങനെ എല്ലാ കർമാനുഷ്ഠാനങ്ങളും രാമായണത്തിൽ അനുഷ്ഠിച്ച് സീതാ കല്യാണം, രാമ സീത കല്യാണം
നടത്തുന്നുണ്ട്. ഈ സമയത്ത് ജനകരാജാവ് സീതാദേവിയുടെ പാണിഗ്രഹണം നടത്തുന്ന സമയം ഇയം സീതാ മമ സുത സഹധർമ്മചരീതവ പ്രതീക്ഷയേനാം പാണിം ഭദ്രന്തേ പാണി ഗൃഹീഷ്വ. ഇയം സീതാ മമ സുത സഹധർമ്മചരീതവ. ഇത് എൻ്റെ മകൾ സീത, നിൻ്റെ കൂടെ ധർമ്മം ചെയ്യുന്നവൾ അല്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിക്കുന്നവൾ. പ്രതീക്ഷേനാം പാണിയും ഭദ്രം തേ പാണി കൃഷ്ണ. ഞാൻ ആശിക്കുന്നു ഈ പാണികളെ നിൻ്റെ പാണികളിൽ സുരക്ഷിതമായിരിക്കട്ടെ, പാണി സ്വീകരിച്ചാൽ. ഒപ്പം സീതാദേവിയോട് പറയുന്നു, പതിവ്രത മഹാഭാഗ ഛായേവാനുഗതാ സത. പതിവ്രതയായ ദേവി എന്ത് ചെയ്യണം? ഛായ, നിഴലായി എപ്പോഴും ശ്രീരാമനുണ്ടാകണം. ആധ്യാത്മരാമായണത്തിലാണെങ്കിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ദീയതേ മേ സുധാ തുഭ്യം പ്രീതോ ഭവ രഘൂത്തമ ഇതി പ്രീതേന മനസ സീതാം രാമകരേ അർപ്പയൻ. ദീയതേ മേ സുധാ തുഭ്യം പ്രീതോ ഭവ രഘൂത്തമ ഇത് പ്രീതേന മനസ സീതാം രാമകരേ അർപ്പയൻ. ഞാൻ എൻ്റെ മകളെ നിനക്കായിട്ട് തരുന്നു. സന്തോഷമായിട്ടിരുന്നാലും ഇങ്ങനെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് സീതയെ രാമൻ്റെ കൈകളിൽ അർപ്പിച്ചു. ഒപ്പം സീതാദേവിയോട് പറയുന്നു, ശുശ്രൂഷണപര നിത്യം രാമമനുവ്രത പാതിവൃത്യമുപാലംബ്യ തിഷ്ടവത്സേ യഥാസുഖം. ശുശ്രൂഷണപര. ശുശ്രു എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അച്ഛനമ്മമാർ. ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ച് എന്ത് ചെയ്യണം? രാമനെ അനുസരിച്ച് പാതിവൃത്യം അവലംബിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുക മകളെ എന്ന് സീതയോടും പറയുന്നു. അപ്പോൾ ഈ പതിവ്രത എന്ന അനുസരണശീലം 2 രാമായണത്തിലും പറയുന്നുണ്ട്. എന്താണ് ഈ പതിവ്രത എന്ന് പറയുന്നത്? അതായത് സ്ത്രീക്ക് മാത്രമുള്ള ശരീരവും മനസ്സും വാക്കും ശുദ്ധമായി ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഏത് കർമ്മവും വ്രതമാണ്. ശരീരവും മനസ്സും വാക്കും ശുദ്ധമായി ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഏത് കർമ്മവും വ്രതമാണ്. അപ്പോൾ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കുമ്പോൾ ചെയ്യുന്ന ഭാര്യയുടെ ധർമ്മമാണ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് പതിവ്രതാധർമ്മം. ഇതേ വിധത്തിൽ തന്നെ ഭർത്താവും സ്വന്തം ധർമ്മം നിർവഹിക്കേണ്ടതാണ്. പരസ്പരം പൂർണ്ണമായി ഗൃഹസ്ഥധർമ്മം ആചരിക്കുകയും വേണം. പറഞ്ഞ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ ആർക്കും സാധ്യമല്ല. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ. സ്വൽപ്പം അപ്യസ്യ കർമ്മസ്യ ത്രായതേ മഹതോഭയ. ധർമ്മത്തിൻ്റെ ചെറിയൊരു അംശത്തിൻ്റെ ആചരണത്തെ കൊണ്ടുപോലും വലിയ ഭയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ചെറിയൊരു ധർമ്മം ചെയ്താൽ പോലും അതിൻ്റേതായിട്ടുള്ള പുണ്യം വലുതാണ്. ഇനി നമുക്ക് കൈകേയി മാതാവ് ശ്രീരാമചന്ദ്ര സ്വാമിയോട് നടത്തുന്ന ഒരു ക്ഷമായാചന ഉണ്ട്. ഇത് അധ്യാത്മരാമായണത്തിൽ പറയുന്നത് നോക്കാം. വനവാസത്തിലുള്ള രാമലക്ഷ്മണന്മാരെ കാണാൻ ഭരതൻ സസൈന്യം മാതാക്കളോടുകൂടി വനത്തിലെത്തി. അച്ഛൻ മരിച്ചെന്നറിയുന്നു. ഉദകക്രിയകളൊക്കെ നടത്തി അങ്ങനെ അന്ന് ഉപവസിച്ച് കാട്ടിലെല്ലാവരും കൂടെ ഇരിക്കുന്നു. അപ്പോൾ ആരുമില്ലാത്ത സമയത്ത് കൈകേയി
രാമനെ കാണുന്നുണ്ട്. ചൊല്ലുന്നൊരു ശ്ലോകം. കൈകേയീം രാമം ഏകാന്തേ സ്രവൻ നേത്രാശ്രുലോചന പ്രാഞ്ജലിപ്രാഹ. കൈകേയീം രാമം ഏകാന്തേ സ്രവൻ നേത്രാശ്രുലോചന പ്രാഞ്ജലിപ്രാഹ. കൈകേയി രാമനെ ഏകാന്തതയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്രവൻ നേത്രാശ്രു കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, ഹേ രാമ, തവ രാജവിഘാതം കൃതം മയ ദുഷ്ടധിയ മായ മോഹിതചേതസ. രാമ, നിന്റെ ഈ രാജവിഘാതം എന്നാൽ നടത്തപ്പെട്ടത് എൻ്റെ മായയിൽ മുങ്ങിയ ദുഷ്ടമനസ്സുകൊണ്ടാണ്. അതുപോലെ മായയിൽ മുങ്ങിക്കിടക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും രാമപാദത്തെ സ്മരിക്കാൻ തോന്നണേ എന്ന് പ്രാർത്ഥിക്കാം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുത്ഗണേഭ്യഃ. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുത്ഗണേഭ്യഃ. എൻ്റെ ചെറിയ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളെല്ലാം അയ്യപ്പസ്വാമിയുടെ പാദത്തിൽ അർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യ.